താരസംഘടനയായ അമ്മയിൽ വീണ്ടും രാജി. അമ്മയുടെ അംഗത്വം രാജിവെച്ച് മല്ലിക സുകുമാരൻ. ശ്വേതയ്ക്കൊപ്പമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശേഷമാണ് രാജി. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് ആശ അരവിന്ദും രാജിവെച്ചു. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ശ്വേതാ മേനോൻ ഉടൻ മാധ്യമങ്ങളെ കണ്ടേക്കും. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം തന്നെ ജനറൽ ബോഡിയിൽ ഇതിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചിരുന്നുവെന്ന് നേരത്തെ മാലാ പാർവതി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ രാജിവെക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ശ്വേത രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നതും മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു. ആരോപണ വിധേയർ മാത്രം രാജിവെച്ചാൽ മതിയെന്നും പറഞ്ഞിരുന്നു. അതിനോടൊപ്പമാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ പ്രാഥമിക അംഗത്വം തന്നെ രാജിവെച്ച് ശ്വേതയ്ക്കൊപ്പമാണെന്ന് പറയുന്നത്. അമ്മയുടെ തട്ട് വീണ്ടും വീണ്ടും ഉയരുകയാണ്. അതെ, ശ്വേതാ മേനോൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഹരി ഇപ്പോൾ മല്ലിക സുകുമാരൻ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാലാ പാർവതിക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മല്ലിക സുകുമാരൻ പറഞ്ഞത് ഈ കണക്കുകൾ അവതരിപ്പിച്ചതിൽ തെറ്റുകളുണ്ട്, അതിൽ ചില അവ്യക്തതകൾ തുടരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി രാജിവെക്കേണ്ട കാര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശ്വേതാ മേനോൻ പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് ഇന്നലെ തന്നെ മല്ലിക സുകുമാരൻ ചോദിച്ചിരുന്നു. എന്തായാലും മല്ലിക സുകുമാരൻ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയേക്കും. അത് ഇപ്പോൾ മാലാ പാർവതിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരിൽ ഒരാൾ മാലാ പാർവതിയാണെന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മല്ലിക സുകുമാരൻ നടത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു രാജി കൂടി വന്നിരിക്കുന്നത് അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും ആശ അരവിന്ദ് രാജിവെച്ചിരിക്കുകയാണ്. ഒഫീഷ്യൽ പേജിൽ ഗ്രൂപ്പിൽ തന്നെയാണ് അവർ തന്റെ രാജി അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തിരഞ്ഞെടുത്ത അഡ്ഹോക് കമ്മിറ്റിയിൽ ആശ അരവിന്ദും ഉണ്ടായിരുന്നു. പക്ഷേ ആശ അരവിന്ദിന്റെ വിശദീകരണം ഇപ്രകാരമാണ്: കഴിഞ്ഞ 10 വർഷമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച സഹപ്രവർത്തകരുടെ സംഭാവനകൾ വേണ്ട വിധം പരിഗണിക്കപ്പെട്ടില്ല. ഇത് അംഗീകരിക്കാൻ സംഭാവനകൾ വേണ്ട വിധം ഇവർ പരിഗണിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ തനിക്ക് ഏറെ വേദനയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ താൻ അടുത്ത് പ്രവർത്തിക്കുന്നതും ഒരേ ലക്ഷ്യം പങ്കിടുന്നതുമായ ഭൂരിപക്ഷം സഹപ്രവർത്തകരെ മാറ്റി നിർത്തി രൂപീകരിച്ച കമ്മിറ്റിയിൽ തനിക്ക് അതൃപ്തിയുണ്ട്. ആ തീരുമാനം ശരിയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ബഹുമാനപൂർവ്വം പറയുന്നു, താൻ ഈ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. തന്നെ ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ പരിഗണിച്ചതിന് വളരെ നന്ദി. പക്ഷേ തന്റെ സഹപ്രവർത്തകരെ തഴഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ഒരു ഭരണസമിതിയായിരുന്നു, അതേ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചത് ശരിയായില്ല. അതുകൊണ്ട് താൻ ഇതിൽ നിന്നും രാജിവെക്കുകയാണ്. അതായത് അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കുകയാണെന്നാണ് ആശ അരവിന്ദ് പറയുന്നത്. എന്നാൽ അമ്മ അംഗത്വത്തിൽ നിന്നും രാജിവെക്കുന്നില്ല, പകരം അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും മാത്രമാണ് രാജിവെക്കുന്നത്. നമുക്കറിയാം, രാവിലെയാണ് ലക്ഷ്മിപ്രിയയും രാജിവെച്ചത്. ഇന്നലെ തന്നെ ശ്വേതാ മേനോനും തന്നെ രാജി പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ സംഘടനയിൽ ഒരു വിഭാഗം സ്ത്രീകളുടെ വലിയൊരു കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ വലിയ ഒരു ഈ പറയുന്ന പോലെ രാജിവെക്കലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേതാ മേനോൻ ഇന്നലെ ഗുരുതരമായിട്ടുള്ള ആരോപണം മറ്റൊന്ന് ഉന്നയിച്ചത്, ഇപ്പോൾ സംഘടന ഒരു വിഭാഗം ആളുകളുടെ, അതായത് കുറ്റാരോപിതരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുടെ കൈപ്പിടിയിലാണെന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിനെയൊക്കെ ജഗദീഷ് പൂർവ്വമായി എതിർക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല, കുറ്റാരോപിതരാരും തന്നെ നേതൃസ്ഥാനത്തേക്ക് എത്തില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ നൽകുന്നത്. മാലാ പാർവതിയും അങ്ങനെ പറയുന്നുണ്ട്. അൻസിബയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നു ശ്വേതാ മേനോൻ എന്നാണ് മാലാ പാർവതി പറയുന്നത്. അൻസിബയുടെ പ്രസംഗത്തിന് ശേഷമാണ് ഭൂരിഭാഗം ആളുകളും ശ്വേതാ മേനോനും കമ്മിറ്റിക്കും എതിരായത് എന്നായിരുന്നു മാലാ പാർവതി പറയുന്നത്. ഒപ്പം അൻസിബ നേതൃത്വത്തിലേക്ക് വരണം, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണ് അൻസിബ എന്ന് അൻസിബയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മാലാ പാർവതിയും രംഗത്തെത്തി. എന്തായാലും ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 4 മാസത്തിനുള്ളിൽ തന്നെ സംഘടനയിൽ പുതിയ തലപ്പത്ത് ആള് വരും. പക്ഷെ അതാരാണ് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഇനി സ്ത്രീകൾ തലപ്പത്ത് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു വിഭാഗം ആളുകൾ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരി, നവമി, 2 ചോദ്യങ്ങൾ. ഒന്ന്, അഡ്ഹോക് കമ്മിറ്റി ആവുന്നതിന് മുമ്പ് തന്നെ ആശ അരവിന്ദിന്റെ രാജി, അത് എത്രമാത്രം ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണല്ലോ. കാരണം കഴിഞ്ഞ ദിവസം ഈ അഡ്ഹോക് കമ്മിറ്റി തീരുമാനിച്ചതിന് പിന്നാലെ അടുത്ത ദിവസം ഒരാൾ രാജിവെക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. 2, ഇപ്പോൾ ഈ ശ്വേത പറയുന്നു മാധ്യമങ്ങളെ കാണാം എന്നുള്ളതാണ്. കാരണം ശ്വേത തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമയത്ത് കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിലും ശ്വേത പറഞ്ഞത് ഇനി മാധ്യമങ്ങളിലൂടെ യുദ്ധം നടക്കട്ടെ എന്നുള്ളതാണ്. ഈ ഒരു യുദ്ധം ആ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെ ശ്വേതയുടെ ഭാഷയിൽ ഉദ്ദേശിച്ചാണ്, ആ ഒരു യുദ്ധത്തിന്റെ രീതിയിലേക്ക് തന്നെയാണ് ഈ ഒരു പ്രസ് മീറ്റും ശ്വേത ഉദ്ദേശിക്കുന്നത്.
കാര്യം നമുക്കറിയാം, പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അല്ലെങ്കിൽ അതിനു മുൻപോ ആയിക്കോട്ടെ, ശ്വേതാ മേനോൻ അങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നതോ ആയിട്ടുള്ള ഒരാളല്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്കും കൂടി വന്നപ്പോൾ അവർ വളരെ പക്വതയോടുകൂടിയാണ് പല കാര്യങ്ങളിലും മാധ്യമങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഒപ്പം എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാലും അതിലൊരു തീരുമാനമെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടന്നതിന് ശേഷം മാത്രമായിരിക്കും ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കാണുകയുള്ളൂ. അല്ലാതെ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാരോപണങ്ങളിലേക്കൊന്നും ശ്വേത സാധാരണ കടക്കാറില്ല. പക്ഷേ ഇന്നലെ പറഞ്ഞത് താൻ ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, മറ്റൊന്ന് താനൊരു സംഘടനയിലെ അംഗമാണ്, അങ്ങനെ സംഘടനയ്ക്കെതിരെ തനിക്ക് പറയാൻ കഴിയില്ല എന്നായിരുന്നു ശ്വേതാ മേനോന്റെ ആദ്യത്തെ നിലപാട്. പക്ഷെ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് താനിപ്പോൾ അംഗമല്ല, താൻ ഒരു പദവിയും വഹിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് പറയാൻ പേടിയില്ല, അങ്ങനെ പാവം നടിച്ച് നിൽക്കുന്ന ഒരാളല്ല താനെന്നാണ് ശ്വേതാ മേനോൻ ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് മാധ്യമങ്ങളെ കാണാമെന്നായിരുന്നു ആദ്യം ശ്വേതാ മേനോൻ പറഞ്ഞത്. അതിൽ ചില കാലതാമസം വരുന്നുണ്ട്. എന്നാലും വൈകാതെ ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കാണുമെന്ന് ഉറപ്പാണ്. ആരാണ് ശ്വേതാ മേനോനെതിരെ പ്രവർത്തിക്കുന്നത്? അതിൽ ബാബുരാജ്, നമുക്കറിയാം നേരത്തെ ശ്വേതാ മേനോനെതിരെ ഇട്ടൊരു ആരോപണമൊക്കെ ഉയർന്നപ്പോൾ, ഒരു കേസൊക്കെ ആയപ്പോൾ അതിന് പിന്നിൽ ബാബുരാജ് ആണെന്ന് പറയുന്ന തരത്തിൽ ശ്വേതാ മേനോൻ പല പ്രതികരണവും നടത്തിയിരുന്നു. ഇന്നലെ ബാബുരാജും അത് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാബുരാജിന്റെ അടക്കം എതിരായിട്ടുള്ളൊരു പത്രസമ്മേളനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ ഇനി എപ്പോൾ മാധ്യമങ്ങളെ കാണുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. ആശാ അരവിന്ദും പറയുന്നത് തന്റെ സഹപ്രവർത്തകർ ചെയ്ത നല്ല പ്രവൃത്തികളൊന്നും കാണാതെ അവരെ ഇങ്ങനെ രാജിവെച്ച് പുറത്താക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഭരണസമിതികളും, ഇതിനു മുൻപുള്ള ഭരണസമിതിയെ പോലെ ഈ ഭരണസമിതിയും പൂർണ്ണത വന്നിട്ടില്ലാത്തതാണ്. പക്ഷെ അവരെ കൃത്യമായി നയിക്കാതെ ഇത്തരത്തിലുള്ളൊരു ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചത് ശരിയായില്ല, അത് വേദനിപ്പിച്ചു എന്ന് തന്നെയാണ് ആശാ അരവിന്ദും ഈ രാജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഹരി, ശരി, വ്യക്തമാണ്. ഇനി ശ്വേത എപ്പോഴാണ് മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നോക്കുന്നത്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.